CPMകാർ ഇളകി വന്നിട്ട് ഈ റെയ്ഡിനെതിരായിട്ട് പ്രക്ഷോഭം കൂട്ടുകയാണ്. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു കാര്യം, എന്തുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ അവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അതിലൊരു രാഷ്ട്രീയ കക്ഷി എന്തിനാ അത്രയും പരിഭ്രാന്തി കാണിക്കേണ്ടത്? രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിൻ്റെ മകളാണ് എന്നതുകൊണ്ടാണെങ്കിൽ അതേ തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിൻ്റെ മകനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ മകനെതിരായിട്ട് ഇങ്ങനെ അന്വേഷണം വന്നപ്പോൾ അവരാരും പുറത്തിറങ്ങിയിട്ടില്ലല്ലോ, അവരാരും ഈ വിഷയത്തിലൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. അപ്പം ഇതിനകത്ത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം, CPMും CPMന്റെ പ്രവർത്തകരും പറയുന്നത് രാഷ്ട്രീയ കക്ഷി നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ, SFIO അല്ല അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, CBI ഒക്കെ വേട്ടയാടുന്നു. അത് ശരി തന്നെയാണ്. BJP ഭരണത്തിൽ അങ്ങനെ നിരന്തരമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അമിത്ഷായുടെ പോലീസും അമിത്ഷായുടെ CBIയും അമിത്ഷായുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും പ്രതിപക്ഷ കക്ഷി നേതാക്കളെ വലിയ തോതിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, കവിത, ഇങ്ങനെ എത്രയോ ആളുകൾക്കെതിരായിട്ട്. പക്ഷേ ഇവരൊക്കെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സാണ്, രാഷ്ട്രീയമായ കാരണങ്ങളുടെ പേരിലാണ്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് വീണ ടി എന്ന് പറയുന്ന ഒരാളെ അവർ വേട്ടയാടുന്നു വെച്ചാൽ പിണറായി വിജയൻ്റെ മകളാണ് എന്ന ഒറ്റ കാരണമാണ് അവർക്ക് പറയാനുള്ളത്. പിണറായി വിജയൻ്റെ മകളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് പിണറായി വിജയനെതിരായിട്ട് ഒന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. പിണറായി വിജയൻ അവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. പിണറായി വിജയൻ കേസ് പ്രതിയല്ല. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നോക്കിയാൽ CPMനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ റോഡിൽ ഇറങ്ങിയിട്ട് നടത്തിയിരിക്കുന്ന കടന്നാക്രമണങ്ങൾ, എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടത്തിയിരിക്കുന്ന കയ്യേറ്റങ്ങൾ, ഇതൊക്കെ തന്നെ സത്യത്തിൽ പൊതുസമൂഹത്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം പ്രധാനപ്പെട്ട പ്രശ്നം സംഘപരിവാരവും സംഘപരിവാരത്തിൻ്റെ പോലീസും സംഘപരിവാരത്തിൻ്റെ ഏജൻസികളും ചേർന്നിട്ട് CPMനെ ഉപദ്രവിക്കുന്നതാണ്. അപ്പോൾ CPMന് വേണ്ടിയിട്ട് പിണറായി വിജയനും അതുപോലെ തന്നെ MV ഗോവിന്ദനും ഇതിനെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ചു. പക്ഷേ പിണറായി വിജയൻ ഒരിക്കൽ പോലും, അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ നരേന്ദ്രമോദി അയച്ച പോലീസാണ്, അമിത്ഷായുടെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെ ഇങ്ങോട്ട് അയക്കാൻ പറ്റും.